ചെമ്മിറുതി ഗ്രാമപഞ്ചായത്ത് 2005-26 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം. ചെമ്മിറുതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിനീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് പ്രസിഡന്റ് പ്രിയങ്ക ബെർലിൻ. ആശംസ സുനിൽ GS 9ാം വാർഡ് മെമ്പർ. സ്വാഗതം അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് കുമാർ. ആലോചിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതൊരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് അടുത്ത വർഷം കൊണ്ട് അല്ലെങ്കിൽ 25 ഒക്ടോബർ കൊണ്ട് ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നത് കൊണ്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇങ്ങനെ വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ആദ്യമേ പ്രാഥമികമായി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത സ്ഥാനം വഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീ പ്രിയങ്ക ബെർലിൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഈ യോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന ജനപ്രതിനിധികളായ സുരേൻ മെമ്പർ, അതുപോലെ ശോഭന മെമ്പർ, രാജ്യം, അതുപോലെ സദസ്സിലിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് ആൾക്കാർ, ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. ഈ വർക്കിംഗ് ഗ്രൂപ്പ് വീട്ടിൽ നിർവഹിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ സംഘടന ഈ വേദിയിൽ സംഘടിതരായിരിക്കുന്ന കമ്മിറ്റി ചോർമാമ, അതുപോലെ തന്നെ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ സഹോദര പ്രസംഗികളെ സൂചിപ്പിക്കുകയുണ്ടായി. 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് നടക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ഇന്ന് നമ്മൾ കൂടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും നേരിട്ടും അതുപോലെ തന്നെ ഫോൺ കോളുകൾ വഴിയായി അതുപോലെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ, അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നാണ്. ഈ 2025-26 വാർഷിക പദ്ധതിയുടെ രൂപീകരണം നമ്മൾ ഇത്രയും നേരത്തെ നടത്തുന്നതിന് കാരണം നേരത്തെയുള്ള പറഞ്ഞു. 2026 നവംബർ മാസം ആകുമ്പോഴേക്കും നമ്മുടെ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പും വരും. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ വർഷത്തെ പ്രോജക്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് DPCയുടെ അംഗീകാരം വാങ്ങി ഏപ്രിൽ മാസത്തിൽ തന്നെ നിർവഹണം ആരംഭിച്ചാൽ മാത്രമേ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമുക്ക് ഏറെക്കുറെ പദ്ധതികളെങ്കിലും പൂർത്തിയാക്കിയിട്ട് നമ്മുടെ ഭരണസമിതിക്ക് ഇറങ്ങി പോകാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഫണ്ട്, നമ്മുടെ സംസ്ഥാന ഫണ്ടുണ്ട്, കേന്ദ്ര ഫണ്ട് വരുന്നുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിന്റെ ഫണ്ട് വരുന്നതിലെ നമ്മുടെ ഇഗ്രാം സ്വരാജ് വഴിയാണ്, ഇഗ്രാം സ്വരാജിന്റെ പോർട്ടൽ വഴിയാണ് നമ്മുടെ ഫണ്ട് മാറുന്നത്. അതുപോലെ തന്നെ പ്രോജക്റ്റുകളൊക്കെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ ഈ ജനുവരി മാസത്തിൽ തന്നെ ആ പ്രോജക്റ്റ് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് വിനിയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് വിലക്ക് മുന്നിൽ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നമ്മുടെ വാർഷിക പദ്ധതിയുടെ മുൻനിരത്തുകളിലേക്ക് കടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴുള്ള വന്നിട്ടുള്ള ഈ വന്നിട്ടുള്ള അംഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളായാലും നിർവഹണ ഉദ്യോഗസ്ഥരായാലും ഇനി അങ്ങോട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീമതി പ്രിയങ്ക ബെർലിൻ, വേദിയിലും സദസ്സിലുള്ള ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ അടക്കമുള്ളവരെ, നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നടപ്പിലാക്കേണ്ട ക്രിയാത്മകമായ പദ്ധതിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ വച്ചുകൊണ്ടാണ് നമ്മൾ ഗ്രാമസഭകളിലേക്ക് പോകുന്നത്. ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി വരുന്ന നിർദ്ദേശങ്ങളും ഗ്രാമസഭയുടെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്
നമ്മൾ പഞ്ചായത്തിന്റെ വികസന സമിതി യോഗം ചേർന്നുകൊണ്ടാണ് പഞ്ചായത്തിന്റെ കരട് പദ്ധതി പൂർണ്ണമായ പദ്ധതി അംഗീകരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വരുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിവിധ ഗ്രാമസഭകളിൽ നിന്ന് ആ ഗ്രാമവാസികളുടെ ഭാഗത്തു നിന്ന് വരുന്ന 2 നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വികസന സെമിനാറിലേക്ക് പോകുന്നു. ഈ 2 സ്ഥലത്തും വരാത്ത പുതിയ നിർദ്ദേശങ്ങൾ വികസന സെമിനാറിൽ വരുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ വരും വർഷത്തെ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് സ്ട്രേറ്റ് ഫോർവേഡിന് വേണ്ടി വാർത്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ നിന്നും നീമ എസ് കുമാർ.